പണിക്കര് സാറേ, എന്റെ അബു, എന്റെ മോനെ നമുക്കൊന്ന് കാണിച്ചതാ. പറ, ഓൻ എവിടെയാണ്? അബു എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയില്ല. 4 ആളാണ് മരിച്ചത്. വെറുതെ കരയാതെ വീട്ടിൽ പോയിരിക്കും. ഓന്റെ അറിവുകൾ കൊണ്ട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർക്കേണ്ട നിങ്ങളല്ലേ. ഓന് വേണ്ടി ജയിലിൽ ഞമ്മൾ പോവാം. ഞമ്മക്ക് അവനെ ഒന്ന് കണ്ടാ മതി. ബാലസഹാവിന് വേണ്ടി മരിച്ച ഓന്റെ ബാപ്പ ഓർത്തെങ്കിലും ഓന് ഞമ്മക്കൊന്ന് കാണിച്ചതാ. ബാലസഹാവിനെ കൊല്ലാൻ ശ്രമിച്ചാണ് അവൻ. അദ്ദേഹം മന്ത്രിയാണ്, അറിയോ? മോൻ അബു പാർട്ടിയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു. അവനിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി, പ്രത്യേകിച്ച് എന്റെ നേർക്ക്. അബുവിന് ഉദ്യോഗം വേണം, അതിന് മന്ത്രി ശുപാർശ ചെയ്യണം. അത് നടപ്പില്ലെന്ന് മനസ്സിലായപ്പോൾ ഉണ്ടായ ആവേശമാണ് ബോംബേറ്. നബീസുമ്മ, പ്രസ്ഥാനം എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്, വ്യക്തിക്ക് വേണ്ടി അല്ല. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് ഒരു മന്ത്രിക്ക് പ്രവർത്തിക്കാൻ ഒക്കൂ. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമുക്ക് നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവണില്ല. എനിക്ക് നമ്മുടെ മോനെ കാണണം. നബീസുമ്മ പോയിക്കോളൂ. നാളെ മോനെ കാണാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. ഒരു കൂട്ടുകക്ഷി ഭരണത്തിലാണ് നമ്മളെന്ന് സഖാവ് മറക്കരുത്. പണിക്കരേട്ടാ, പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ നമ്മൾ പലതും മറക്കുന്നു. പ്രത്യയശാസ്ത്രത്തിന്റെ മാർഗം അതാണ്. പലതും ബലികഴിക്കേണ്ടി വരും. നമ്മൾ അങ്ങനെ പഠിച്ചു, വിശ്വസിച്ചു. പക്ഷേ അതിനപ്പുറത്ത് മനുഷ്യരുണ്ട്, ആത്മബന്ധങ്ങളുണ്ട്. ബന്ധങ്ങളല്ല, പ്രത്യയശാസ്ത്രമാണ് വലുത്. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിയായ ഹംസയുടെ ഭാര്യ നബീസുവാണത്. അമ്മയ്ക്ക് മകൻ വലുതാണ്. പ്രത്യയശാസ്ത്രത്തിന്റെ വില നഷ്ടപ്പെടുകയാണെന്ന് എനിക്ക് തോന്നുന്നു. താൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മന്ത്രിസഭയുടെ ഇമേജ് നഷ്ടപ്പെടുത്തും, ഒപ്പം പാർട്ടിയുടെയും. അബുവിന്റെ ഉമ്മയും സഹോദരിയും വന്നിട്ടുണ്ട്. അവർക്ക് അയാളെ ഒന്ന് കാണണം. ഫെർണാണ്ടസ്, അയാളെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഹലോ, പാർട്ടി ഓഫീസല്ലേ? പണിക്കര, നാളെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് പോകണം. അതിനുള്ള ഏർപ്പാടുണ്ടാക്കണം. എന്ത് സ്ഥലം മാറ്റോ? അത് നടക്കില്ലെന്ന് പറഞ്ഞല്ലേ. നടക്കില്ല. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. മോനെ, ഇതെന്റെ മോനെ, മോനെ, എന്റെ മോനെ, മോനെ, മോനെ. ആഹാ, മിനിമോളോ? ചേട്ടത്തി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം. ചേട്ടത്തി ഷോപ്പിങ്ങിന് വരുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയായിരുന്നല്ലോ. ഞാൻ എന്നിട്ട് പാന്റിൽ ഷർട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴേ കുട്ടിയെ കണ്ടത്. ഓ, അശ്വതിക്കുട്ടിക്കായിരിക്കും പാൻസ് അല്ലേ? ഏയ്, എനിക്കാ. ഞാനൊരു മുണ്ടുന്നേരിയത് എടുക്കാൻ വന്നതാ. ഇതൊരു ചേച്ചിയാ. കൊച്ചച്ഛൻ കല്യാണം കഴിക്കാൻ പോണ ചേച്ചിയാ? കല്യാണോ? ഈ ചേച്ചിയോ? നീ കൊള്ളാലോടി പെണ്ണേ. മുണ്ടും നേരിയതും കോളേജിലെ നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടിയാ. അശ്വതി നന്നായിട്ട് അഭിനയിക്കും. അശോകനും നന്നായി അഭിനയിക്കുന്നുണ്ട്. ഈ ചേച്ചിയും കൊച്ചച്ഛനും കൂടിയാണോ നാടകത്തിൽ അഭിനയിക്കുന്നേ? അതെ. അച്ഛനും അമ്മയായിട്ടാ? അശോകനും അശ്വതിക്കുട്ടിയുമായി. കൊച്ചച്ചാ, ഞാനും വരട്ടെ നാടകത്തിന്? മോള് വാ. മോള് ഈ നാടകം കാണണ്ട. ചേർത്ത് ഞാൻ വരാം. സെലക്ഷൻ കഴിയട്ടെ. നാടകത്തിലല്ലെങ്കിലും മുണ്ടും നേരിയതും കുട്ടിക്ക് നന്നായി ചേരും കേട്ടോ.
കുട്ടി എങ്ങനെയുണ്ട്? ഏത് കുട്ടി? അശ്വതി കുട്ടി. ആ കുട്ടി എനിക്കറിയാലോ. അപ്പോ ചേട്ടത്തി നേരത്തെ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തെ യൂത്ത് ഫെസ്റ്റിവലിന് ലൈറ്റ് മ്യൂസിക്കിൽ സമ്മാനം കിട്ടിയ കുട്ടിയാ. നമ്മുടെ ജാതിയല്ലെന്നേ ഉള്ളൂ. അല്ല, ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇത്ര വിസ്തരിച്ച് പറയുന്നത് എന്തിനാ? ആഹാ, അത് കൊള്ളാം. എനിക്കിവിടെ ആകെയുള്ളൊരു മോറൽ സപ്പോർട്ട് ചേട്ടത്തി മാത്രമേ ഉള്ളൂ. ചേട്ടത്തിയമ്മയോടല്ലോ ഞാൻ ആരോട് പോയി പറയാനാ? നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വളച്ചിട്ടില്ലാതെ കാര്യം പറയാം. ഞങ്ങൾ തമ്മിൽ അല്പം ഇഷ്ടത്തില്ല. കല്യാണം കഴിക്കണമെന്നുണ്ട്. ഓഹോ, അത്രത്തോളം എത്തിയോ? ചേട്ടത്തി, ഞങ്ങളുടെ ഈ ഫയല് ബഹുമാനപ്പെട്ട ചേട്ടമന്ത്രിയുടെ മുമ്പിൽ ഒന്ന് സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് അതൊന്ന് പാസ്സാക്കി തരണം. മന്ത്രി പല ഫയലും പാസ്സാക്കി തരാത്ത ആളാണല്ലോ. ഈ ഫയലും പാസ്സാക്കാതിരുന്നാലോ? അതിനല്ലേ മന്ത്രിയുടെ ഹൃദയത്തിന്റെ മിടിപ്പൂരി അറിയാവുന്ന ചേട്ടത്തിയുടെ ഈ ഫയൽ ഏൽപ്പിക്കുന്നത്. ചേട്ടത്തിക്ക് ഒരു അനിയത്തിയെ വേണം. എനിക്ക് അശ്വതിക്കുട്ടി. ആദ്യം അശോകൻ തന്നെ ചേട്ടനോട് നേരിട്ട് പറഞ്ഞു നോക്ക്. പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല. ഞാൻ പറയുമ്പോ ചേട്ടൻ അതും ഇതൊക്കെ പറയും. അതിലും നല്ലത് ചേട്ടത്തി കൂളായിട്ട് കാര്യം അവതരിപ്പിക്കുന്നതല്ലേ. നിനക്ക് ചേട്ടനെ കൊണ്ട് എന്നെ ചീത്ത ഏൽപ്പിക്കണം, അത്രയല്ലേ ഉള്ളൂ. അയ്യോ പ്ലീസ് ചേട്ടത്തി, ഞാൻ തെച്ചുതരാം. താങ്ക്സ്. മോളെ, നിനക്കൊന്ന് ഫോൺ ചെയ്തിട്ട് വരാമായിരുന്നില്ലേ? എന്തിനാ? മന്ത്രി തലസ്ഥാനത്തിനുണ്ടാകുമെന്ന് പത്രത്തിൽ വായിച്ചു. മോളാണെങ്കിൽ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് എപ്പോഴും കരച്ചില്ല. അച്ഛന്റെ മോള് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ടെന്നോ? പഠിച്ചില്ലെങ്കിലും അമ്മ തല്ലില്ലേ? അച്ഛൻ എന്താ നമ്മുടെ വീട്ടിൽ വരാത്തെ? അച്ഛന് വലിയ ജോലി തിരക്കുള്ളതല്ലേ മോളെ. അച്ഛൻ മന്ത്രിയല്ലേ. മന്ത്രിക്ക് ജോലി എടുക്കണോ? കാറിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോയാ പോരെ? ആഹാ, നീ ആള് കൊള്ളാലോടി. വാ, നമുക്ക് ഈ മന്ത്രി മന്ദിരം ഒന്ന് നടന്നു കാണാം. ഹായ്, ഊഞ്ഞാൽ. ഏയ് മോളെ, പിന്നെ ഇരിക്കാം. ഞാൻ പിന്നെ വരാം. എഴുന്നേക്ക്. പണിക്കരിയേട്ടൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു, നീ കണ്ടില്ലേ? വീട്ടിൽ വന്നിരുന്നു. പണിക്കരിയേട്ടനെ ഇപ്പൊ കാണാൻ കിട്ടാറേ ഇല്ല. ആളിപ്പോ ഒളിവിലാന്നാ കേട്ടത്. ഒളിവിലോ? ആ, ഓരോരുത്തർ ഓരോ ആവശ്യങ്ങളുമായി ചെല്ലുന്നത് പണിക്കരിയേട്ടന്റെ വീട്ടിലേക്കല്ലേ. ഇന്നലെ ആരോ വഴക്ക് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറി വന്നു. പിന്നെ അശോകനുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് ഇടയുന്നത് കേട്ടു. എന്താ കാര്യം? കോളേജിലെ ലൈബ്രറിയന് നല്ല ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ഉള്ള ഉദ്യോഗം രാജിവെപ്പിച്ചു അത്രേ. അവന്റെ ഏർപ്പാടുകളെല്ലാം പലരും വന്ന് എന്നോട് പറയുന്നുണ്ട്. എവിടെ എന്തും പറയാൻ ചേട്ടനൊരു കസേരയുണ്ടല്ലോ. എന്നെ ചീത്തയാക്കാനുള്ള പുറപ്പാടാണോ അവന്റെ? അവൻ മുടങ്ങാതെ കോളേജിലൊക്കെ പോകുന്നുണ്ടോ? ചേട്ടന്റെ സാങ്ക്ഷൻ വാങ്ങിക്കാൻ അശോകനൊരു ഫയൽ എന്തെന്നാ എന്നെ അയച്ചിരിക്കുന്നത്. ഫയലോ? ഒരു പ്രപ്പോസൽ ഫയൽ. ആർക്കാ കല്യാണം? അവന് തന്നെ. അവന്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാ, അശ്വതി കുട്ടി. വയസ്സ് 19. ഒരേ ഒരു മകൾ. അച്ഛനുണ്ട്, അമ്മ മരിച്ചു. അവൻ കോളേജിൽ പോകുന്നത് പഠിക്കാനാണോ അതോ പ്രേമിക്കാനാണോ? ഹാ, ചൂടാകാതെ, പറഞ്ഞു തീർന്നില്ല. അശ്വതി ഒരു തമ്പുരാട്ടിക്കുട്ടിയാ. വലിയ ഇല്ലവും പഴയ ആചാരങ്ങളും ഒക്കെ പുലർത്തുന്ന ഒരു യാഥാസ്ഥിക കുട്ടി. ഒരു വിപ്ലവ വിവാഹം നടത്തി ചേട്ടന് കുറച്ചുകൂടെ ചീത്തപ്പേരുണ്ടാക്കാനാവും അവന്റെ പുറപ്പാട്. നീ ഇത് സീരിയസ് ആയി പറയുകയാണോ രാജമ്മേ? അതെ, കുട്ടിയെ എനിക്കറിയാം. സുന്ദരിയാ. പാട്ടിലും സംഗീതത്തിലും ഒക്കെ മിടിക്കുക. കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം വാങ്ങി. അശോകനായിരുന്നു പാട്ടെഴുതി കൊടുത്തത്. ഈ ബന്ധത്തെ കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ലേ? ഞാൻ എന്ത് പറയാനാ ചേട്ടാ? ആരൊക്കെ എന്ത് പറഞ്ഞാലും അശോകൻ അവളെ തന്നെ വിവാഹം കഴിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അഭിപ്രായം അറിയാതെ അവനൊരു തീരുമാനമുണ്ടോ? അനിയന്റെ സ്വഭാവം എന്നേക്കാൾ കൂടുതൽ ചേട്ടൻ അറിയാമല്ലോ. അവൻ ആ പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ നമുക്കതങ്ങ് നടത്തിക്കൊടുത്താൽ എന്താ? ജാതി ഒരു പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? ആ കുട്ടിക്കും അവരുടെ വീട്ടുകാർക്കും സമ്മതമാണെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ആ, ആലോചിക്കാം. എന്നാ വൈകിക്കണ്ട, പ്രേമ മൂത്തിരിക്കുക.
ഓ, ഇതിലേതാണ് അശ്വതി, ഏതാ കാർത്തിക, ഏതാ രോഹിണി? എങ്ങനെയാ കണ്ടുപിടിക്കുക? വേഷം മാത്രല്ലേ മാറ്റുള്ളൂ. എന്നാലും ഈ ബാലൻ സാറ് എന്നെ ഏൽപ്പിച്ചൊരു ജോലി. കുട്ടി, ഇവിടെ ഈ അശ്വതി ഏതാ? ദാ വരുന്നതാ. ഇതെന്താ ഇങ്ങനൊരു സാധനം? അശോകൻ ഇതിനെങ്ങനെ മെരുക്കിയെടുക്കും? അശ്വതി തന്നെയാണോ? ഇത് ഭരണി പോലെ ഉണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, അശ്വതി അല്ലേ? അതെ. എന്താ? ഞാൻ തൊഴിലുവകുപ്പ് എക്സൈസ് മന്ത്രിയുടെ PA. എന്താ വിശേഷിച്ച്? അമ്പടി കള്ളി, ഒന്നും അറിയാത്തതുപോലെ. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് അറിയാമെന്നതാ. ബാക്ക്ഗ്രൗണ്ടോ? ആ, ഫാമിലി ഡീറ്റെയിൽസ്. അത് പോട്ടെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭർത്താവുണ്ട്, 2 കുട്ടികളും ഉണ്ട്. എന്തിനാ? എന്നാലും ഇത് വലിയൊരു ചതിവായി പോയല്ലോ. അശോകനെ കേറി പ്രേമിക്കേ. നിങ്ങൾ ആരുടെ കാര്യം പറയുന്നത്? അശ്വതി കുട്ടിയല്ലേ, അശോകന്റെ അശ്വതി കുട്ടി. ഓ, അശ്വതി കുട്ടി അന്വേഷിച്ചു വന്നതാണല്ലേ? ആ, അതാ വരുന്നു അശ്വതി കുട്ടി. ഞാൻ അശ്വതി ടീച്ചറാ. നല്ല മുഖശ്രീ, നല്ല കണ്ണുകൾ, നല്ല നല്ല. ഇനി ഒന്നും നോക്കാനില്ല, നേരെ തിരുവനന്തപുരത്തേക്ക് പോവാ. എന്റെ കൂടെയല്ലേ മോളെ പോരനെ? നിങ്ങൾ എന്താ അനാവശ്യമായി പറയുന്നത്? പോവാം മോളെ. ഇയാൾ എന്നോട് തിരുവനന്തപുരത്ത് പോകാന്ന്. റാസ്കൽ. എന്റെ അടുത്ത് കളിക്കരുത്, എന്റെ അടുത്ത് കളിക്കരുത്. അയ്യോ, അയ്യോ. നിനക്കിത് കോളേജ് പിള്ളേരുടെ കൈ കൊണ്ടല്ല, ആ SSLC പിള്ളേരുടെ കൈ കൊണ്ടാ കിട്ടേണ്ടത്. പണിക്കരേട്ടാ, ടീച്ചറുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കരുത്. ചുമ്മാ പറയുന്ന ടീച്ചറെ. ചുമ്മാ പറയുന്നു. പണിക്കരേട്ടാ, അവര് നിർദാക്ഷിണ്യം തല്ലിച്ചതച്ചത് ഒരു സഖാവിനെയല്ലേ? അടിയേറ്റ അവശനായ ഈ സഖാവിന്റെ ശരീരപുഷ്ടിക്ക് വേണ്ടി ഒരു പാർട്ടി പിരിവ് നടത്തിക്കൂടെ? അതേടാ, പിരിവ് നടത്താം. കണ്ട കോളേജിന്റെ മുമ്പിൽ പോയി പോക്കൃത്തനം കാണിച്ചിട്ട് തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. മന്ത്രിയും പണിക്കരേട്ടനും പറഞ്ഞിട്ടല്ലേ ഞാൻ അശ്വതിയെ കാണാൻ പോയത്. ഒന്നുകിൽ ഉടനെ ഒരു പിരിവെടുക്കൂ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ടീച്ചറെ, വല്ല ഹോർലിക്സോ ബോൺവിറ്റോ എന്തെങ്കിലും ഒന്ന് കലക്കിത്താ, ഞാനൊന്ന് നിവർന്നു നിൽക്കട്ടെ. അതൊക്കെ തരാം. അശ്വതി കുട്ടിയെ കണ്ടോ? ഞാൻ ഒരു പരുവായെങ്കിലും കണ്ടു. കുട്ടി കൊള്ളാം. അശോകന് ചേർന്ന അശ്വതി കുട്ടി തന്നെ. കൊച്ചന്തോ, മര്യാദയ്ക്ക് നടന്നു. ടീച്ചറെ പറയുന്നൊന്നും വിശ്വസിക്കണ്ട, ഞാൻ കൂടെ ഒന്ന് തിരക്കട്ടെ. തിരക്കാൻ വേണ്ടി കോളേജിന്റെ പരിസരത്തെങ്കിലും പോലെ കോവിലകത്ത് അന്വേഷിച്ചാ മതി. ആഹാ, എനിക്കറിയാം അവിടെ അന്വേഷിക്കേണ്ടതെന്ന്. എന്നാ അങ്ങോട്ട് ചെല്ല്. ടീച്ചറെ, വല്ല ഹോർലിക്സോ ബോൺവിറ്റോ എന്തെങ്കിലും ഉണ്ടെന്ന് വേഗം താ. ഈ കോലോത്ത കുട്ടിക്ക് അന്യജാതിന്നൊരു ആലോചനയായിട്ട് വരിക. ഓർക്കാൻ കൂടി വയ്യ. പണ്ടേ വടക്കുംപുറത്തെ രാമൻ നായരും പൂക്കോട്ടം മാധവനും ഒക്കെ ഓണക്കാഴ്ചയായിട്ട് വന്ന് നിൽക്കുന്നത് ദേ ആ പടിപ്പുരയ്ക്ക് പുറത്താ. ആ കാലമൊക്കെ മാറിയില്ലേ? ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? രാമവർമ്മ തമ്പുരാന്റെ കോലോത്ത് നിന്നും കിളിമാഞ്ഞൂരിൽ നിന്നും ഒക്കെ അശ്വതിക്കുട്ടിക്ക് എത്ര ആലോചന വന്നതാ. വന്നു. 50 പവനും 50,000 ഉറുപ്പിയും ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ കോലവും അശ്വതിയുടെ പേർക്ക് എഴുതി കൊടുക്കണോ അത്രേ. ഇത് ഒന്നും ആവശ്യപ്പെടാത്ത ആലോചനയല്ലേ? ഈ ആലോചന വന്നത് നമ്മുടെ ഭാഗ്യാന്ന് അങ്ങോട്ട് കരുതിയാ മതി. ആന മെലിഞ്ഞാലും തൊഴുത്തി കെട്ടില്ല എന്ന് പറയും. ഗതികേട് വന്നാ പിന്നെ കെട്ടാതെ എന്താ ചെയ്യാ? മന്ത്രിയുടെ അനിയനല്ലേ, 4 ആൾ അറിഞ്ഞാൽ തന്നെ എതിർത്തൊന്നും പറയില്ല. അശ്വതിക്കുട്ടിക്ക് ഇഷ്ടാവും അല്ലേ? അക്കുട്ടിക്ക് സമ്മത. സാവിത്രിയുടെ അഭിപ്രായം അങ്ങനെയാണെന്ന് വെച്ചാ അവരോട് വരാൻ പറഞ്ഞോളൂ. ഗുരുവായൂരപ്പാ. മെടുക്കൻ വക്കീലിന് ഒടുക്കം പറ്റിയ കുടുക്ക് അഥവാ മധുര സ്വപ്നങ്ങൾ നിറഞ്ഞ മണിയറ കാവ്യം. പഞ്ചാംഗം പഞ്ചാംഗം പഞ്ചാംഗം. മോളി കൊലക്കേസ്, ഇരുട്ടറയിലെ കൊലപാതകം, യേശുദാസിന്റെ 101 ചലച്ചിത്ര ഗാനങ്ങൾ, രാജകുമാരന്റെ അധപ്പതനം. കൊച്ചു പുസ്തകം ഉണ്ടോ? കൊച്ചു പുസ്തകം ഉണ്ടോന്ന്? എന്തിനാ അമ്മാവ ഈ ഇളം പ്രായത്തിൽ ഇതൊക്കെ വായിക്കുന്നത്? എഞ്ചുവടി കയറട്ടെ? കൊണ്ടുപോ നിന്റെ എഞ്ചുവടി. ബഹുജിരി ബഹുജിരി പലവിധം, ബഹുജിരി പലവിധം, ബഹുജിരി പലവിധം, ബഹു.
എടേ എടേ, നീ എന്നെ കണ്ടിട്ട് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോടെ. നീ ഒരുത്തൻ കാരണമാണ് ഞാൻ വഴിയിലിരുന്ന് ഓൾഡ് ആൻഡ് ന്യൂ പുസ്തകങ്ങൾ വിൽക്കേണ്ട ഗതികേടിലായത്. അശ്വതിക്കുട്ടി, അശോകൻ പറഞ്ഞിട്ടാ ഞാൻ ലൈബ്രറി ഉദ്യോഗം രാജിവെച്ചത്. ഇപ്പൊ നാഷണൽ ഹൈവേയിലായി. തന്നോട് ജോലി കിട്ടുന്നതിന് മുമ്പ് ഉള്ള ജോലി രാജിവെക്കാൻ ആരെങ്കിലും പറഞ്ഞു? നീയല്ലേ കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞത്. ഏതായാലും ലൈബ്രറിയിലെ ആ ഇരുണ്ട മുറിയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നതിനേക്കാൾ നല്ലത് പുറത്ത് കാറ്റും വിളിച്ചോ കൊണ്ട് 4 ആളുകളെയും കണ്ട് വിശാലമായി പുസ്തകം വിൽക്കുന്നതാ. ഇപ്പൊ സ്വന്തം എന്ന് പറയാനൊരു സ്ഥാപനമായല്ലോ, ബുക്ക് സ്റ്റാൾ മുതലാളി. അതേടാ മൊയിലാളി, നടു റോഡിൽ പൊതു സ്ഥാപനം. അശ്വതിക്കുട്ടി, ഇവനെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. കണ്ടില്ലേ എന്റെ ഗതികേട്? എന്റെ വിലാസിനിയും മാധവിക്കുട്ടിയും ഒക്കെ പോയി. അപ്പോഴേ ഞാൻ കൂടെ പോട്ടെ, എനിക്ക് അല്പം തിരക്കുണ്ട്. നിനക്ക് തിരക്കുണ്ടാവും, ചേട്ടൻ മന്ത്രിയല്ലേ. ഈ രാജ്യത്ത് ജോലി ഇല്ലാത്തവർ ലക്ഷക്കണക്കിനാ, കാര്യസാധ്യത്തിന് വരുന്നവർ ധാരാളം ഉണ്ടാവും. അങ്ങോട്ട് മാറി. ഈ നായ്ക്കളുടെ ലോകം. കാക്കനാടന്റെയാ, വാങ്ങിച്ചു വായിച്ചോ.